Hi everyone, this is Abin from Abika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ പുതിയ വീഡിയോസ് ഇറക്കുമ്പോഴും കുറേയധികം നെഗറ്റീവായ കമൻറ്റുകളും അതേപോലെ വേറെ വേണ്ടാത്ത കുറേ കമൻറ്റുകളും വരും. കമൻറ്റുകൾ പറയുന്നത് അവരുടെ ഓരോ ആൾക്കാരുടെയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഓരോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. പക്ഷേ ഞാൻ തിരിച്ചു പറയാത്തത് എനിക്ക് തിരിച്ചു പറയാൻ അറിയാൻ പാടാത്തത് കൊണ്ടല്ല. എന്തിനാണ് ഞാൻ എൻ്റെ സ്വഭാവം വേറൊരുത്തിന് വേണ്ടി മാറ്റുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടറാണ് അവർ ഈ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ചധികം ലോയലായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് വലിയൊരു നന്ദിയാണ് ഞാൻ പറയാണ്. ആൻഡ് ഈ പറയുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ വേണ്ടാത്ത കുറേ കമൻറ്റ് പറയുന്ന ആൾക്കാരോട് എനിക്ക് നല്ല രീതിക്ക് ചുട്ട രീതിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല. ഞാൻ വെറുതെ ആ ഒരു കാര്യത്തിൽ ഇടപെട്ട് അതേപോലെ വെറുതെ പ്രശ്നമാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടാത്തത്. ഞാൻ മാത്രമല്ല, കുറേയധികം യൂട്യൂബേഴ്സിന് ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. സോ നെഗറ്റീവും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് വെറുതെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആ ഒരു വീഡിയോ ഫുള്ള് കാണാതെ ജഡ്ജ് ചെയ്യരുത്. ഞാൻ വേറൊരു വ്യക്തിയാണ്. അതേപോലെ ഓരോ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഡിഫറെൻ്റ് ആണ്. ആ ഒരു വ്യക്തി പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഡിഫറെൻ്റ് ആണ്, ഞാൻ എൻ്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. ഈ ഒരാളെപ്പോലല്ലോ നിങ്ങളെപ്പോലല്ലോ അയാൾ എന്ന് പറയരുത്. ബിക്കോസ് എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. സോ ഇതൊക്കെ മാറ്റി വെക്കാം. ഈ ഒരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയധികം അപ്ഡേറ്റ്സുകൾ, അതായത് OSൻ്റെ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. iOS 17.1, WatchOS 10.1, അതേപോലെ നമ്മുടെ macOS, tvOS, HomePodOS എന്നീ പറഞ്ഞ കുറേയധികം OSകളുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മിക്കവാറും എല്ലാ അപ്ഡേറ്റ്സിൻ്റെയും ഒഫീഷ്യൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. കുറേയധികം അടിപൊളി അപ്ഡേറ്റ്സുകളും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ iOS 17.2ൻ്റെ ബേറ്റ 1 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. എല്ലാ സോഫ്റ്റ്വെയറിൻ്റെയും ഒരു പുതിയ ഡെവലപ്പർ ബേറ്റയും പബ്ലിക് ബേറ്റയും ഇപ്പോൾ റിലീസായിട്ടുണ്ട്. 17.2ലും നമുക്ക് കുറേയധികം മാറ്റങ്ങൾ, ഒരു പുതിയ ജേർണൽ ആപ്പ്, നമ്മുടെ ആപ്പിൾ പ്രോമിസ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനും വന്നിട്ടുണ്ട്. കുറേയധികം മാറ്റങ്ങൾ ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. സോ iOS 17.2ൻ്റെ ബേറ്റ 1ൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു സർപ്രൈസ് ഇവൻറ്റ് നമ്മുടെ ഈ പറയുന്ന ഒക്ടോബർ 30 രാവിലെ 5:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാവിലെ 5:30 ആ ഒരു ഇവൻറ്റ്. നമുക്ക് ആ ഒരു ഉറക്കം അല്ലെങ്കിൽ ആ ഒരു ഉറക്കം കറക്റ്റായിട്ട് നോക്കി ഉറങ്ങി എണീക്കുകയാണെങ്കിൽ ആ ഒരു ഇവൻറ്റ് കറക്റ്റായിട്ട് കാണാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഉറങ്ങി എണീറ്റിട്ട് ആ ഒരു സമയം കിട്ടുന്നതനുസരിച്ച് ആ ഒരു ഇവൻറ്റ് കണ്ടാൽ മതി. ആ ഒരു ഇവൻറ്റിൻ്റെ ഫുൾ ഫ്ലെഷ്ഡ് ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് എന്തൊക്കെയാണ് ആ ഒരു ഇവൻറ്റിൽ വരാൻ പോകുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റ് ലൈനപ്സ് വരുന്നുണ്ട്, എല്ലാ കാര്യവും ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മൂന്നാമത്തെ ന്യൂസാണ് ഗൂഗിൾ എല്ലാ കൊല്ലവും ആപ്പിളിന് കൊടുക്കുന്ന കാശ് എത്രയെന്ന് അറിയാമോ? $18 ബില്യൺ ആണ് ആപ്പിളിന് ഗൂഗിൾ നൽകുന്നത്. എന്തിനാണെന്നറിയോ? നമ്മുടെ സഫാരി എന്ന് പറഞ്ഞ ആ ഒരു വെബ് ബ്രൗസറിൽ ഗൂഗിളിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി മാത്രം ആപ്പിളിന് കൊടുക്കുന്ന തുകയാണ് ഈ പറഞ്ഞ $18 ബില്യൺ എന്ന് പറഞ്ഞാൽ. $18 ബില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അത്രയധികം കാശ് ഈ പറഞ്ഞ ഗൂഗിൾ ജസ്റ്റ് സെർച്ച് എൻജിനിൽ ആ ഒരു ഡിഫോൾട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് കുറച്ച് സങ്കടമുള്ള ന്യൂസാണ്. നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലെങ്കിലും പുറത്ത് ഇന്ത്യക്കാരും മലയാളികളും യൂസ് ചെയ്യുന്ന 3 പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ ആപ്പിൾ TV, ആപ്പിൾ ആർക്കേഡ്, ആപ്പിൾ ന്യൂസ് എന്ന് പറയുന്നത്. ഈ 3 പ്ലാറ്റ്ഫോമിൻ്റെയും പ്രൈസ് ആപ്പിൾ കൂട്ടിയിട്ടുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ പ്രൈസ് ആപ്പിൾ കൂട്ടിയിട്ടുണ്ട്. 3 മുതൽ 6 വരെ ഉണ്ടായ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇപ്പോൾ $9 മുതൽ $12 വരെയായിട്ട് ആപ്പിൾ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ TVയുടെ ഒക്കെ പ്രൈസ് എന്തായാലും കൂടും. കാരണം MLS നമ്മുടെ മെസ്സിയെ കളിക്കുന്ന ആ ഒരു ലീഗിൻ്റെ ഈ പറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റും
F1 കാർ റേസിങ്ങിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റും ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എല്ലാ ഗെയിംസും സ്പോർട്സും ആപ്പിൾ TV കൂടെ കാണുമ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആപ്പിൾ TVയുടെ ആ ഒരു പ്രൈസ് കൂട്ടിയാലും ആൾക്കാർ കാണും. ഇനി നമുക്ക് അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ മാക്സ് യൂസ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ എയർപോഡ്സ് മാക്സ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. കാരണം ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഹെഡ്സിൻ്റെ പൊക്കത്ത് ഒരു ഹെഡ് ബാൻഡ് വരും. നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഹെഡ് ബാൻഡിന് ഡാമേജ് പറ്റി നമ്മൾ ആപ്പിൾ സർവീസ് സെൻറ്ററിൽ മാറ്റാൻ കൊടുത്തു എന്ന് കരുതുക. എത്ര രൂപ വരും? ഏകദേശം എത്ര രൂപ വരുന്നു നമ്മുടെ ഗസ്റ്റിൽ താഴത്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം $300 ആണ് നമ്മുടെ ഈ ഒരു ഹെഡ് ബാൻഡ് മാറ്റ് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനായിട്ട് വരുന്നത്. ഏകദേശം $300 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാം $300 in INR ഏകദേശം 25,000 രൂപയാണ് ഈ പറയുന്ന ഹെഡ് ബാൻഡ് മാത്രം മാറ്റാനായിട്ട് പ്രൈസ് ചെയ്യുന്നത്. ആ ഒരു കാശുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ജനറേഷൻ എയർപോഡ്സ് പ്രോ വാങ്ങിച്ച് സുഖമായിട്ട് ഇൻഡസ്ട്രി ലീഡ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് ക്വാളിറ്റി ലഭിക്കുന്നതായിരിക്കും. സോ കെയർഫുള്ളായിട്ട് ആപ്പിൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. കാരണം ആപ്പിൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടും കാശ് കൂടുതലാണ് ആപ്പിൾ പ്രൊഡക്റ്റ് സർവീസ് ചെയ്യാൻ. ഞാനൊരു ആപ്പിൾ എന്തൂസിയാസ്റ്റാണ് എന്നും പറഞ്ഞ് ആപ്പിളിൻ്റെ നല്ല വശങ്ങൾ മാത്രമല്ല, ആപ്പിളിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് വരുന്നത് പ്രൈസിലാണ്. ഈ പറഞ്ഞ പ്രൈസ് കൂടുതലും വരുന്നത് സർവീസ് കോസ്റ്റിലാണ്. ആപ്പിൾ മാത്രമല്ല, എല്ലാ കമ്പനികളും കാശ് ഉണ്ടാക്കുന്നത് ഡിസ്പ്ലേ, ബാറ്ററി എന്നീ പറഞ്ഞ കാര്യങ്ങളിൽ സർവീസിൽ നിന്ന് മാത്രമാണ്. പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നതിനെക്കാളും കൂടുതൽ ഒതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ആ ഒരു ഒറിജിനൽ പാർട്സ് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത്. ഇനി നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഷവോമി ഇപ്പോൾ അവരുടെ ആ ഒരു OSൻ്റെ പേര് മാറ്റി ഹൈപ്പർ OS എന്നാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു iOSൻ്റെ ക്ലോൺ തന്നെയാണ്. നമ്മുടെ ഫോട്ടോസിൽ ആ ഒബ്ജക്റ്റ് സെലക്ഷൻ പോലും ആപ്പിളിൻ്റെ iOS 17 വന്ന ഡിറ്റോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മാറ്റവും നമ്മുടെ ഈ പറഞ്ഞ ഹൈപ്പർ OSൽ വന്നിട്ടില്ല. ഒരു ആൻഡ്രോയിഡിൽ iOS വെച്ച പോലെയാണ് ഷവോമിയുടെ ഹൈപ്പർ OS നമുക്ക് വരുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐപാഡ് മിനിയിൽ ആപ്പിൾ TVയുടെ OS ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ. കാരണം ഇനി വരുന്ന വർഷം ഹോം പോഡും നമ്മുടെ ഈ പറഞ്ഞ ഐപാഡും കൂടെ സിങ്ക് ചെയ്തിട്ട് നമ്മുടെ ഹോം സെക്യൂരിറ്റി അതേപോലെ ഹോം യൂസിന് പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കാനാണ് ആപ്പിളിൻ്റെ പ്ലാൻ. നമ്മുടെ ഗൂഗിളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഡിവൈസ് നമ്മുടെ ആപ്പിളിൻ്റെ വക കിട്ടാനായിട്ട് നല്ല രീതിക്ക് ആപ്പിൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ഡിവൈസ് നമുക്ക് വരാനുള്ള ചാൻസ് നമുക്ക് 9 to 5 മാക്കിൻ്റെ റിപ്പോർട്ട്സ് നിന്നും ലഭിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൻ്റെ വീഡിയോ നമ്മൾ സംസാരിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് തൊട്ട് തുറക്കുന്നുണ്ട്. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this whole video. This is Abin, Xavier signing from Evika.